നമ്മളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം മൈദ എടുക്കാം. ഇത് 250 ml ആണ്. ആ കപ്പിൽ നമുക്ക് 1.5 കപ്പ് മൈദ എടുക്കാം. ഇത് 1/4 കപ്പ് കൊക്കോ പൗഡറാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അതൊരു 1/4 ടീസ്പൂൺ, അത് മതി. ഇനി വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അത് 1/4 ടീസ്പൂൺ. ഇത് ഒരു നുള്ള് ഉപ്പാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇടഞ്ഞ് യോജിപ്പിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യം നമുക്ക് നന്നായിട്ട് ഇടഞ്ഞെടുക്കാം. 3 പ്രാവശ്യം ഇത് നന്നായിട്ട് നമ്മളൊന്ന് ഇടഞ്ഞു വെച്ചു. നമ്മൾ ഓവനിലല്ല കേക്ക് ഉണ്ടാക്കുന്നത്, ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ്. അതിനായിട്ട് നമ്മൾ ഒരു അലുമിനിയത്തിൻ്റെ ഇതുപോലെയുള്ളൊരു പാത്രം എടുത്തു. നമ്മൾ ഓവൻ സെറ്റപ്പ് ചെയ്യാൻ. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട, യാതൊന്നും ചെയ്യണ്ട. നമ്മൾ ഒരു റിങ്, ഇതുപോലൊരു റിങ് ഇറക്കി വെച്ചു. ഇതിപ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആവണം. അതിനായിട്ട് നമുക്കിതിങ്ങനെ അടച്ചു വെക്കാം. ഇനി നമുക്ക് ബാക്കി ചെയ്യാം. കേക്കിന് വേണ്ടുന്ന ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ബീറ്റർ ഉപയോഗിക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 4 മുട്ട ഇതിനായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാൻ. അപ്പോൾ ഒരു 4 മുട്ട നമുക്കിതുപോലെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം. നമ്മൾ മുട്ട ഇതുപോലെ അടിച്ചെടുത്തു. കണ്ടില്ലേ, നന്നായിട്ട് അടിച്ചെടുത്തു, നല്ല പതഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്. അതുകൂടി നമ്മളിതിൽ ചേർക്കുന്നു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. നമുക്ക് ഇതുകൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഇതെല്ലാം കൂടെയാണ് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് ഓയിലാണ് ഒഴിക്കുന്നത്. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ അങ്ങനെയുള്ള ഫ്ലേവറുള്ള ഓയിലൊന്നും ഒഴിക്കരുത്. അപ്പോൾ നമ്മളൊരു 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചിട്ടതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒന്നിൽ തന്നെ വെള്ളം നനവ് ഉണ്ടാകരുത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത ഈ കൂട്ട് നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിക്കാം. ഇനി നമ്മൾ ഈ അടഞ്ഞു വെച്ചിരിക്കുന്ന ഈ മൈദയുടെ നമ്മുടെ കൂട്ടില്ലേ, ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അത് നമ്മളിങ്ങനെ കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മൾ ഈ മിക്സിയിൽ അടിച്ചെടുത്തതിലേക്ക് ഇങ്ങനെ ഇടുക. കുറച്ചായിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതിനുശേഷം ഇങ്ങനെ നമ്മൾ പതുക്കെ അത് യോജിപ്പിക്കണം. ഇങ്ങനെ പതുക്കെ വേണം നമ്മൾ ചെയ്യാൻ. ഇത് ഇത്രയാവുമ്പോൾ കുറച്ചെടുത്തിട്ട് വീണ്ടും നമുക്ക് ഇതേപോലെ ഇടാം. എന്നിട്ട് പതുക്കെ നമുക്ക് അതേപോലെ, സ്പീഡ് പാടില്ല, പതുക്കെ ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ പൊടിയും കൂടി ഇതേപോലെ ഇട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, ആ മൈദയുടെ പൊടിയെല്ലാം നമ്മളിട്ട് എല്ലാം നന്നായിട്ട് പതുക്കെ ഇതുപോലെ മിക്സ് ചെയ്തിട്ടു. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. കണ്ടില്ലേ, ഇങ്ങനെ വരണം, കട്ടയൊന്നുമില്ല, കറക്റ്റായിട്ട് വന്നു. ഇതാ. ഇനി നമുക്കിതൊരു, ഇപ്പം തന്നെ ഇതിന് നല്ലൊരു ഫ്ലേവറാണ് വരുന്നത് കേട്ടോ. ഇനിയിപ്പം ഉണ്ടാക്കാൻ തുടങ്ങും നല്ല ഫ്ലേവർ വരും നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ. ഇനി നമ്മൾ ചെയ്യാനുള്ളത്, ഇത് നമുക്കൊരു ട്രേയിലേക്ക് ഒഴിക്കണം. ഒരു കേക്ക് ഉണ്ടാക്കുന്ന ട്രേ ആണ്. ഇതിലേക്ക് നമ്മളില്ലേ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. എണ്ണ നന്നായിട്ട് തേച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇതുപോലൊരു ബട്ടർ പേപ്പർ ഇതിലേക്ക് വയ്ക്കാം.
ഇതുണ്ടോ, ബട്ടർ പേപ്പർ വെക്കുമ്പോൾ നമുക്ക് എളുപ്പം തന്നെ അത് ഇളക്കിയെടുക്കാൻ പറ്റും കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം. ഇനി നമ്മൾ നമ്മുടെ ഈ കേക്കിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ചു. ഇനി നമ്മൾക്ക് ഇതിങ്ങനെ ഒന്ന് പതുക്കെ തട്ടി കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് ഇങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുന്നത്. കണ്ടില്ലേ എയർ ബബിൾസ് വരുന്നത്? ഇത് കളയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് തട്ടി കൊടുത്തിട്ട് വേണം വയ്ക്കാൻ. ഇനി നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇതുണ്ടോ, 10 മിനിറ്റായി ചൂടാവുന്നു. അത് തുറന്നിട്ട് നമ്മൾ ഈ പാത്രത്തിലൊന്നും നമ്മുടെ കൈ തട്ടരുത്, പൊള്ളും. അപ്പം അതൊന്നും തട്ടാതെ ഇങ്ങനെ സെൻറ്ററിലാക്കിയിട്ട് വേണം വയ്ക്കാൻ. കണ്ടില്ലേ നല്ല സെൻറ്ററിൽ വന്നു. ഇപ്പം നമ്മൾ സിമ്മിലാണ് വെച്ചിരുന്നത്. ഇനി ഫ്ലെയിമൊന്നും കൂട്ടേ കുറയ്ക്കോ ഒന്നും വേണ്ട, അതേ ലെവലിൽ നമ്മളിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കേക്ക് നമുക്ക് ആയോ ഒന്ന് നോക്കാം. ഇത് നമ്മളിങ്ങനെയൊന്ന് കുത്തി നോക്കാം. ഇതാ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല, കണ്ടില്ലേ? അപ്പോഴത് വെന്തു. ഇനി നമുക്കിത് എടുക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ചൂട് പോയിട്ടുണ്ട്. നമുക്ക് ഒരു കത്തി കൊണ്ട് ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ സൈഡ് 4 സൈഡും നമുക്കിങ്ങനെ ചെയ്യാം. ഇതിങ്ങനെ കേക്കിൻ്റെ ചൂട് പോയതിന് ശേഷം വേണം നമ്മൾ ഇതിൽ നിന്നും എടുക്കാൻ. നമുക്കിത് ഡീമോൾഡ് ചെയ്യാനാണ്. ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ തട്ടിക്കൊടുക്കുക. 4 സൈഡും അങ്ങനെ ആക്കിയതിന് ശേഷം ഇങ്ങനെ തട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് പതുക്കെ നമ്മുടെ കയ്യിലേക്ക് വീഴുന്ന ഫീല് വരും. അപ്പോൾ ഇതെടുത്ത് മാറ്റാം. ഇതാ കണ്ടില്ലേ, കേക്ക് റെഡിയായി വന്നു. ഇനി നമുക്ക് ഈ പേപ്പർ, ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡിയായി. ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് വയ്ക്കാം. ഈ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൽ നല്ലപോലെ ചൂട് പോയതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് 2 ആക്കിയിട്ട് നമുക്കൊന്നിങ്ങനെ മുറിച്ചെടുക്കാം കത്തി ഉപയോഗിച്ചിട്ട്. കേക്കിലേക്ക് ഒരു ഷുഗർ സിറപ്പ് നമുക്ക് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര നമ്മളെടുത്തു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ പഞ്ചസാര വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫാക്കിയിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് നമുക്ക് വിപ്പിംഗ് ക്രീം തേക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ബൗളെടുത്തു, അത് കഴുകി അതിൽ വെള്ളം എല്ലാം തുടച്ചെടുത്തു. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം. ഇത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനു മുമ്പ് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ നമുക്ക് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ്. ഇനി നമുക്ക് നന്നായിട്ട് അടിക്കാം. ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതും കഴുകി ഇതിലും വെള്ളമായി ഒന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. അടിച്ചതിന് ശേഷം കാണിക്കാം. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ കേക്ക്
ഒരു കത്തി കൊണ്ടിങ്ങനെ സെൻറ്ററിൽ കൂടി ഇങ്ങനെ മുറിച്ചെടുത്തു. എന്നിട്ടിത് ഹാഫാക്കി. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കേക്ക് കാണാൻ. നമുക്കത് ഇനിയൊരു പ്ലേറ്റിലേക്ക് വെച്ചു. ഇത് ഈ പ്ലേറ്റിലും വെച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇത് നമ്മളുണ്ടാക്കിയ ഷുഗർ സിറപ്പാണ്. അതിങ്ങനെ കുറച്ച് നമുക്ക് ഇങ്ങനെ ഒഴിക്കാം. നല്ല സോഫ്റ്റ് കേക്ക് നമ്മൾ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവാനും അതിനെയൊക്കെയാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ഈ പീസിൽ നമുക്ക് അതേപോലെ ഒഴിക്കാം. ക്രീം കേക്ക് ആവുമ്പോൾ നല്ല സോഫ്റ്റ് ആവാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ ഷുഗർ സിറപ്പും ചൂട് പോയതിന് ശേഷമാണ് ഒഴിക്കുന്നത്. ഇനി നമുക്കിത് കേക്ക് സെറ്റ് ചെയ്യാം. കേക്ക് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാ ഭാഗത്തും ക്രീം തേക്കാനൊക്കെ നല്ല സൗകര്യമായിരിക്കും. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ചു. ഇനി നമുക്ക് ഒരു പീസ് കേക്ക് എടുത്ത്, നമ്മൾ 2 പീസാക്കിയല്ലോ, അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം. നമ്മുടെ റെഡിയായി. കണ്ടില്ലേ, നല്ല കട്ട അടിച്ചടിച്ച് നമ്മൾ ഈ ടൈപ്പാക്കി. കണ്ടോ? ഇനി നമുക്കതെടുത്ത് നമ്മുടെ കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഇതൊന്ന് തേക്കാം, നമ്മുടെ ക്രീം. ഇതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി. കുറച്ചുകൂടെ ക്രീം എടുക്കാം. നമുക്ക് ഈ പീസ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. കറക്റ്റായിട്ട് വയ്ക്കണം. പെർഫെക്റ്റായി. ഇനി നമുക്ക് ക്രീം എടുത്ത് ഇതിൻ്റെ മുകളിലും ഇതേപോലെ സ്പ്രെഡ് ചെയ്യാം. ഇനി നന്നായിട്ട് ഇതേപോലെ ചെയ്തപോലെ ഇങ്ങനെ കറക്കിയാൽ മതി. അപ്പോൾ എല്ലാം അവിടെ എത്തും. കുറച്ചുകൂടെ എടുക്കാം. എല്ലാവിടെയും നമുക്ക് ഇതേപോലെ തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ ഇപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം തേച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിങ്ങനെ വിതറാം. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ? കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ? ഈ സൈഡൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ഇത് ഇങ്ങോട്ട് ഇങ്ങനെ ആക്കിയാൽ മതി.
വരെ. അപ്പം നല്ല ഭംഗിയില്ലേ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. എല്ലാം അവിടെയായി ചോക്ലേറ്റ്. നമ്മളൊരു നോബ് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യാം. ഇവിടെ നടുവിലും കൂടെ ഒന്ന് ചെയ്യാം. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡിയായി. കണ്ടില്ലേ? വളരെ എളുപ്പത്തിൽ തന്നെ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമുക്ക് ഓവനും ബീറ്ററും ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവിൽ വെച്ച് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവർക്കും നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. കണ്ടില്ലേ? വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നോക്കി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ വായിൽ മെൽട്ടായി പോവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ മുകളിൽ ക്രീമും ചോക്ലേറ്റ് ഫ്ലേക്സും എല്ലാം കൂടി നല്ല സ്വാദാണ്. പിന്നെ ഇത് കുറച്ച് തണുപ്പിച്ച് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ വീണ്ടും ഇതിൻ്റെ സ്വാദ് കൂടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ സ്വാദ് ഇഷ്ടമാവും. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Have a nice day.